ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8085 മൈക്രോ പ്രൊസസറിനെ പറ്റിയിട്ടാണ്. 8085 മൈക്രോ പ്രൊസസറിനെ പറ്റി പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന കീ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിന് ബസ് ഉണ്ടായിരിക്കും. ദർ വിൽ ബി 3 ടൈപ്സ് ഓഫ് ബസ്. ഫസ്റ്റ് വൺ ഈസ് അഡ്രസ് ബസ്, ദെൻ ഡേറ്റ ബസ് ആൻഡ് ദെൻ കൺട്രോൾ ബസ്. ഓക്കെ, അഡ്രസ് ബസ് എന്ന് പറയുന്നതാണ് എന്ത്? ഇറ്റ് ക്യാരീസ് ദ അഡ്രസ് ക്യാരി ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ ലൊക്കേഷന്റെ അഡ്രസ് ക്യാരി ചെയ്യുന്നത് ആരായിരിക്കും? ഈ അഡ്രസ് ബസ് ആയിരിക്കും. ഡേറ്റ ബസ് ആണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡേറ്റ ക്യാരി ചെയ്യുന്നത് ഡേറ്റ ബസ് ആണ്. പിന്നെ വരുന്നത് കൺട്രോൾ ബസ് ആണ്. കൺട്രോൾ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മുടെ മ്യൂപി ആണ് ബാക്കിയുള്ള പെരിഫറൽസിലേക്ക് എന്ത് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ഈ മൈക്രോ പ്രൊസസർ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസിനെ ക്യാരി ചെയ്യുന്നതാണ് കൺട്രോൾ ബസ്. ഓക്കെ, അങ്ങനെ 3 ബസ് ആണുള്ളത്: അഡ്രസ് ബസ്, ഡാറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഓക്കെ, അഡ്രസ് ബസ് എന്ന് പറയുന്നത് 8085ന്റെ കേസിൽ 16 ബിറ്റ് ആണ്. 16 ബിറ്റ് അഡ്രസ് ബസ് ആണ്. n ബിറ്റ് അഡ്രസ് ബസ് ആണെങ്കിൽ നമ്പർ ഓഫ് മെമ്മറി ലൊക്കേഷൻസ് അവൈലബിൾ എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷൻസ് ഇസ് ഈക്വൽ ടു 2 raised to n ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 16 ബിറ്റ് ആകുമ്പോൾ ഇവിടെ എത്ര വരും? 2 raised to 16 which is equal to 65536 approximately 64 KB എന്ന് നമുക്ക് പറയാം. ഓക്കെ, 16 ബിറ്റ് അഡ്രസ് ബസ് ആണ്. അതിന്റെ നമ്പർ ഓഫ് മെമ്മറി ലൊക്കേഷൻസും ആലോചിച്ച് വെക്കാം. ഡേറ്റ ബസ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. ഈ 8085ത്തെ 8 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഡേറ്റ ബസിന്റെ സൈസിനെയാണ്. ഇവിടെ 8 ബിറ്റ് മൈക്രോ പ്രൊസസർ എന്നും പറയും. അതുകൊണ്ട് തന്നെ ഈ മ്യൂപിനെ 8085നെ കേട്ടോ. ഈ 3 ബസ്സസിനും കൂടി ടുഗദർ ഇറ്റ് ഈസ് കോൾഡ് സിസ്റ്റം ബസ്. അതും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നമ്മള് ജസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഓർത്ത് വെക്കേണ്ടത് ഏതൊക്കെയാണ്? അഡ്രസ് ബസിന്റെ സൈസ് ഓർത്ത് വെക്കണം, എത്ര മെമ്മറി ലൊക്കേഷന് അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഓർത്ത് വെക്കണം. ഡേറ്റ ബസിന്റെ സൈസ് ഓർത്ത് വെക്കുക. പിന്നെ ഈ 5 എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് +5 വോൾട്ടിലാണ്, വോൾട്ടേജ് സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഈ 5 എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 വോൾട്ട് സപ്ലൈയിലേക്ക് കൊടുക്കുന്ന 8 ബിറ്റ് മൈക്രോ പ്രൊസസർ എന്നുള്ള രീതിയിലാണ് 8085 എന്നുള്ള പേര് വന്നത്. ഓക്കെ, പിന്നെ ഇനി ഇതിന്റെ പിൻ ഡയഗ്രാം നമുക്ക് പഠിക്കാനുണ്ടാവും. അതില് 40 പിൻസ് ആണ് ഉള്ളത് എന്നുള്ളത് മാത്രം ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മുടെ മ്യൂപിയുടെ ബേസിക് ഓപ്പറേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ പ്രോസസ്സർ ഉണ്ട്. ഇതാണ് നമ്മുടെ മ്യൂപി 8085 എന്ന് വിചാരിക്കുക. ഇതിന്റെ ഉള്ളില് പ്രോഗ്രാം കൗണ്ടർ ഉണ്ടായിരിക്കും. ആ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്, ഇത് മെമ്മറി ലൊക്കേഷൻ ആണ് ഇപ്പുറത്ത് വരയ്ക്കുന്നതെങ്കിൽ മെമ്മറി ലൊക്കേഷൻസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഇവിടെ അഡ്രസ് ആയിരിക്കും. അഡ്രസ് 1, അഡ്രസ് 2, ഏതെങ്കിലും ഒരു അഡ്രസ് അസ്യൂം ചെയ്യാം കേട്ടോ. അപ്പോൾ അഡ്രസ്സസ് കാണും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വിച്ച് ഈസ് ഫെഡ് ബൈ അവർ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആണ് കാണുക. ഇൻസ്ട്രക്ഷൻസ് താഴോട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനും ക്യാരി ചെയ്യുന്നത് ഓരോ ലൊക്കേഷനിലാണ്. ആ ലൊക്കേഷന്റെ അഡ്രസ്, അതായത് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ക്യാരി ചെയ്യുക എന്നുള്ളതാണ് പ്രോഗ്രാം കൗണ്ടറിന്റെ ഫങ്ഷൻ. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ ആണ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ക്യാരി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതിനുശേഷം ഇൻ അഡ്രസ്സിലത്തെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പറഞ്ഞു, നമ്മുടെ മ്യൂപി പറഞ്ഞു ഈ അഡ്രസ്സിൽ ഇരിക്കുന്ന ഡേറ്റയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ, ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എവിടേക്ക് വരും? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് വരും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മ്യൂപി ആണത്. മ്യൂപി ആവുമ്പോൾ ഇനി അവർക്ക് എന്ത് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിലാണ്, ഇൻ ടേംസ് ഓഫ് 0s and 1s ആണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നെക്സ്റ്റ് എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇൻസ്ട്രക്ഷൻ ഡീകോഡർ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ
വഴി വന്നിട്ടുള്ള ഡേറ്റനെ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ വഴി എന്ത് ചെയ്യാണ്, മ്യൂപി സോൾവ് ചെയ്തെടുക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുകയാണ്. അപ്പൊ ഡേറ്റ ബസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബൈ ഡയറക്ഷണൽ ആയിരിക്കും അല്ലെ. ഡേറ്റ എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ളത് കൊണ്ട് അവിടുന്ന് ലൊക്കേഷനിൽ നിന്ന് ഇങ്ങോട്ട് ഫെച്ച് ചെയ്യുന്നതുണ്ട്. ഓക്കെ, പെർട്ടിക്കുലർ അഡ്രസ് ബസ്സിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങോട്ട് ഡയറക്ഷൻ വരും, മ്യൂപിയിലേക്കും വരും, മൈക്രോ പ്രൊസസറിന്റെ ഉള്ളിലേക്കും ഡാറ്റ പോകുന്നുണ്ട്, അതുപോലെ തന്നെ മെമ്മറി ലൊക്കേഷൻസിലേക്കും ഡാറ്റ പോകുന്നുണ്ട്. അപ്പൊ അത് എന്തായിരിക്കും, ബൈ ഡയറക്ഷണൽ ആയിരിക്കും വരിക. പിന്നെ ഉള്ളത് നമ്മൾ ഏതാ പറഞ്ഞ കൺട്രോൾ ബസ് ആണ്. കൺട്രോൾ ബസ് ആണ് എന്ത് ചെയ്യുന്നത്, എന്തൊക്കെ ആക്ഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ വന്നിട്ടുള്ളതിനെ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ വെച്ച് ഡീകോഡ് ചെയ്ത ശേഷം ഇമ്യൂപി എന്ത് ചെയ്യും, കൺട്രോൾ സിഗ്നൽസ് ഓരോ പെരിഫറൽസിനും അയക്കും. അതായത് എന്താണ് പെർഫോം ചെയ്യേണ്ട ടാസ്ക് എന്നുള്ളത് ഓരോ കമ്പോണന്റിനും അയക്കും. ഓക്കെ, ഇതാണ് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു മൈക്രോ പ്രോസസറിന്റെ കേസിൽ നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആർക്കിടെക്ചർ ആണ്. ആർക്കിടെക്ചറിന്റെ വലിയ ഡയഗ്രം കണ്ട് പേടിക്കണ്ട, നമുക്ക് സിമ്പിൾ ആക്കി എങ്ങനെ പറയാം എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഒരു 8-ബിറ്റ് ഇന്റേണൽ ബസ് ആണ് 8085 എന്ന് പറയുമ്പോൾ ഉള്ളത്. ബസ് എന്ന് പറയുമ്പോൾ എന്താണ്, ലൈൻസ് ആണ്. ഓക്കെ, ബസ് എന്ന് പ്രോഗ്രാം കൗണ്ടറിലേക്കും പ്രോഗ്രാം കൗണ്ടറിന് ബസ്സിലേക്കും ഈ ഒരു ആരോ, ഡബിൾ ആരോ വരുന്നത് കണ്ടില്ലേ. അതായത് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ എന്താ അഡ്രസ് ക്യാരി ചെയ്യുന്നത് ആരാണ്, ഈ പ്രോഗ്രാം കൗണ്ടർ ആണ്. പ്രോഗ്രാം കൗണ്ടറിന്റെ ബിറ്റ് ശ്രദ്ധിക്കണം, 16-ബിറ്റ് രജിസ്റ്റർ ആണ്, ഒരു സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ ആണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതിന്റെ അഡ്രസ് കണ്ടെയ്ൻ ചെയ്യുന്നത് ആരാണ്, ഈ പ്രോഗ്രാം കൗണ്ടർ ആണ്. അതിനുശേഷം പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യേണ്ടി വരും, ഇൻക്രിമെന്റ് ചെയ്യേണ്ടി വരില്ലേ. കാരണം എന്താ വെച്ചാൽ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകണം. ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ബൈ ലൊക്കേഷൻ ഇങ്ങനെയായിരിക്കും. അപ്പൊ അഡ്രസ് 1-ൽ നിന്ന് അഡ്രസ് 2-ലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇൻക്രിമെന്റ് ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെ പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് അഡ്രസ് ലാച്ച് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്നതും ഇൻക്രിമെന്റ് ചെയ്യുന്നതും ഈ 16-ബിറ്റ് അഡ്രസ്സിന് ആയതുകൊണ്ട് അതിന്റെ സൈസും 16-ബിറ്റ് തന്നെയാണ്. ഡിക്രിമെന്റ് വരുന്നത് സ്റ്റാക്ക് പോയിന്ററിന്റെ കേസിലാണ്. സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നതും 16-ബിറ്റ് രജിസ്റ്റർ തന്നെയാണ്. 16-ബിറ്റിന്റെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ ആണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഒരു സ്റ്റാക്ക് നമ്മള് ഇപ്പൊ ബ്രിക്സ് സ്റ്റാക്ക് ആക്കി വെക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ഇനി ഒരെണ്ണം എനിക്ക് ഈ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെയാണ് ആഡ് ചെയ്യുന്നത്, ഈ മുകളിലാണ്, ഈ ടോപ്പിലാണ് ആഡ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എനിക്ക് എടുക്കണമെങ്കിൽ ഈ ലാസ്റ്റ് വെച്ച ബ്രിക്കാണ് ഞാൻ ആദ്യം എടുക്കുക അല്ലെ. അതായത് ലാസ്റ്റ് ഇൻ ആണ് ഫസ്റ്റ് ഔട്ട്. അതാണ് ഏതിന്റെ കേസിൽ വരുന്നത്, സ്റ്റാക്കിന്റെ കേസിൽ വരുന്നത്. അപ്പൊ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് മെമ്മറി ലൊക്കേഷൻ നമ്മുടെ ഉള്ളതില് സ്കാറ്റേർഡ് ആയി കിടക്കുന്ന കുറെ മെമ്മറി ലൊക്കേഷനേക്കാളും സ്റ്റാക്ക് പോയിന്റർ ആകുമ്പോഴുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലത്തെ അഡ്രസ്സ് മാത്രം കിട്ടിയാൽ മതി. എപ്പോഴും നമുക്ക് എന്താ പറയാ, ബാക്കിയുള്ള അഡ്രസ്സ് സ്റ്റാക്കിന്റെ ഇൻക്രിമെന്റ് ചെയ്തെടുക്കാൻ അറിയാം. ടോപ്പ് റിമൂവ് ചെയ്യുകയാണെങ്കിലും അഡ്രസ്സ് എന്ത് ചെയ്താൽ മതിയാവും, ഇൻക്രിമെന്റ് ചെയ്താൽ മതിയായിരിക്കും അല്ലെ. ഇനി ടോപ്പിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതിയാവും, ഡിക്രിമെന്റ് ചെയ്താൽ മതിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇൻക്രിമെന്റും ഡിക്രിമെന്റും ഇവിടെ വന്നിട്ടുള്ളത്. അതാണ് സ്റ്റാക്ക് പോയിന്ററിന്റെ കേസ്. അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാക്ക് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള അഡ്രസ്സസ് മെമ്മറി ലൊക്കേഷൻസ്. ഓക്കെ, പിന്നെ നമ്മുടെ 8085 മൈക്രോ പ്രോസസറിൽ വരുന്ന രജിസ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ ബി, സി, ഡി, ഇ, എച്ച് ആൻഡ് എൽ. ബി, സി, ഡി, ഇ, എച്ച്, എൽ ഇങ്ങനെ 6 രജിസ്റ്റേഴ്സ്, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് നമുക്കുണ്ട്. ഓക്കെ, ഈ ജനറൽ പർപ്പസ് രജിസ്റ്ററിനെ നമുക്ക് രജിസ്റ്റർ പെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതായത് ബി സി എന്നുള്ള പെയർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് 16-ബിറ്റ് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നതായിരിക്കും.
DE എന്ന് പറയുന്ന പെയറാണ് എടുക്കുന്നതെങ്കിൽ അത് ഏതായിരിക്കും 16 ബിറ്റ് തന്നെ ആയിരിക്കും. HL എന്ന് പറയുന്ന പെയർ 16 ബിറ്റ് ആയിരിക്കും. അത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രമേ പെയറിങ് നടക്കുള്ളൂ. ബിയും സിയും തമ്മിൽ പെയർ നടക്കും, ഡിയും ഇയും തമ്മിൽ പെയർ നടക്കും, എച്ചും എല്ലും തമ്മിൽ പെയർ നടക്കും. അതിനിടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെയറിങ് പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ 16 ബിറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രജിസ്റ്റേഴ്സിനെ രജിസ്റ്റർ പെയർ ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ജനറൽ പർപ്പസ് രജിസ്റ്ററിന്റെ കേസിൽ എന്താണ്, നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാനോ മറ്റോ നമുക്ക് യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി മൈക്രോ പ്രോസസറിന് ഒരു ടെമ്പററി രജിസ്റ്റർ വേണമെങ്കിൽ അതാണ് W&Z. ഇത് WZ പെയർ, രജിസ്റ്റർ പെയർ എന്ന് പറയുന്നത് 16 ബിറ്റിന്റെ ആയിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓൺലി ആക്സസിബിൾ ഫോർ മൈക്രോ പ്രോസസർ. മൈക്രോ പ്രോസസറിന്റെ ടെമ്പററി രജിസ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, W&Z ടെമ്പററി രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ അഡ്രസ് കണ്ടെയ്ൻ ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പൊ അഡ്രസ് ബസ് നമുക്കറിയാം 16 ബിറ്റ് ആണ് ഇത് അല്ലെ. 16 ബിറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടലി A0 to A15 ആണ് ആക്ച്വലി എന്ത് വരുന്നത്, അഡ്രസ് ബസ് വരുന്നത്. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ A8 to A15 അഡ്രസ് ബസ്സും പക്ഷെ AD0 to AD7 അഡ്രസ് ബാർ ഡേറ്റ ബസ്സും ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ അഡ്രസ് ബസ്സസ് A0 to A7 വരുന്ന ഈ അഡ്രസ് ബസ്സസ് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ AD, എയ്തർ അഡ്രസ് അല്ലെങ്കിൽ ഡേറ്റ ക്യാരി ചെയ്യുന്ന തരത്തിലുള്ളതായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ. ഇല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യേണ്ടി വരും, A0 to A15 ഒരു 16 ബിറ്റും പിന്നെ കൂടാതെ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു 0 to 7 ഡേറ്റ 0 to 7 D0 to D7 എന്നുള്ള 8 ബിറ്റും യൂസ് ചെയ്യേണ്ടി വരും. അതിന് പകരം എന്ത് ചെയ്യാണ്, നമ്മൾ അഡ്രസ് യൂസ് ചെയ്യുന്ന സമയത്ത് അഡ്രസ് ബസ് ആയിട്ട് ആക്ട് ചെയ്യും, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഡേറ്റ ബസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന തരത്തില് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, 0 to 7 വരുന്ന ബസ്സസിന് എന്താണ് അഡ്രസ് ബാർ ഡേറ്റ ബസ്സസ് ആക്കി എടുത്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താണ്, നമ്മുടെ അഡ്രസ്സിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക. ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് ഇങ്ങോട്ട് പോകും, ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്ക് പോകും. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷീൻ ലാംഗ്വേജിലേക്ക് ഇൻ ടേംസ് ഓഫ് 0s and 1 ഇത് കൺവേർട്ട് ചെയ്യുന്നത്. ഈ കൺവേർട്ട് ചെയ്തിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസിലെ കൺട്രോൾ സിഗ്നൽസ് ആയിട്ട് സെൻഡ് ചെയ്യുന്നത്. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ വരുന്ന ഒരു ഓപ്പറേഷൻ ആണ് നമുക്ക് അറിയാവുന്നതാണ് ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഒരെണ്ണം അക്യുമുലേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഇൻവോൾവ് ആയിരിക്കും. പിന്നെ വരുന്ന ഒരു രജിസ്റ്റർ ആണ് ടെമ്പററി രജിസ്റ്റർ, 8 ബിറ്റ് ടെമ്പററി രജിസ്റ്റർ. ഈ രണ്ടെണ്ണത്തിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഓപ്പറൻസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഏതുമ്മലാണോ, ഏത് രണ്ട് പാരാമീറ്റേഴ്സുമലാണോ നമ്മൾ അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോകുന്നത് അതിനെയാണ് നമ്മൾ ഓപ്പറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്പറൻസിനെ നമ്മൾ ALUലേക്ക് ഫെഡ് ചെയ്യുകയാണെങ്കിൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ലോജിക്കൽ ആൻഡ് ഓർ അങ്ങനത്തെ ഓപ്പറേഷൻ ആണെങ്കിൽ അത് പെർഫോം ചെയ്തതിന് ശേഷം റിസൾട്ട് ഈ തിരിച്ച് ഡേറ്റാ ബസ്സിലേക്ക് വരും. ഡേറ്റാ ബസ്സിൽ നിന്ന് റിസൾട്ട് തിരിച്ച് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ അക്യുമുലേറ്റർ മാത്രം ഡബിൾ സൈഡഡ് ആയിട്ടുള്ള ഏറോ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആഡ് B എന്നാണ് നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ ഒരെണ്ണം അക്യുമുലേറ്ററിലുള്ളതാണ്, ഓക്കെ, പ്ലസ് നമ്മുടെ B എന്ന് പറയുന്ന രജിസ്റ്ററിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് B എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത റിസൾട്ട് എന്ത് ചെയ്യും, അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ അക്യുമുലേറ്റർ ആണ് ഒരു ഓപ്പറന്റ് കണ്ടെയ്ൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് യൂസ് ചെയ്തിട്ട് നടന്നിട്ടുള്ള ഓപ്പറേഷന്റെ റിസൾട്ട് കണ്ടെയ്ൻ ചെയ്യുന്നതും അക്യുമുലേറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? പിന്നെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഫ്ലാഗ്സ്, സ്റ്റാറ്റസ് ഫ്ലാഗ്സ് വരുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടി നോക്കാനുണ്ട്. അത് നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.
പിന്നെ ഇവിടെ രണ്ടെണ്ണം വരുന്നത് ഇന്ററപ്റ്റ് കൺട്രോളും സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ആണ്. നമുക്ക് പിൻ ഡയഗ്രാം നോക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോ മെയിൻലി ഇതാണ് സംഭവിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കും. അതുവഴി ആ ലൊക്കേഷൻ ആക്സസ് ചെയ്ത് ഇൻസ്ട്രക്ഷൻ അവിടെ നിന്ന് ഫെച്ച് ചെയ്യും. ആ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന് പിന്നെ സംഭവിക്കുന്നത് എന്താണ്? ഡീകോഡിംഗ് ആണ്. ഡീകോഡ് ചെയ്തിട്ട് കിട്ടുന്ന കൺട്രോൾ സിഗ്നൽസ് നമ്മൾ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കും. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ സെപ്പറേറ്റ് ഒരു ALUന്റെ കാര്യം നമ്മൾ പറഞ്ഞു, മറക്കരുത്. അക്യുമുലേറ്റർ എന്ന് പറയുന്നത് തന്നെയാണ് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതും ഒരു ഓപ്പറന്റ് പെർഫോം ചെയ്യുന്ന ALU ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിലെ ഒരു ഓപ്പറന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നതും അക്യുമുലേറ്റർ തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ പോയിന്റ് ശ്രദ്ധിച്ചേക്കണം. പ്രോഗ്രാം കൗണ്ടർ അഡ്രസ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്, അല്ലാതെ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ അല്ല കണ്ടെയ്ൻ ചെയ്യുന്നത്. ആ ഇൻസ്ട്രക്ഷൻ പെർട്ടിക്കുലർ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ് ആണ് എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നത്? ഈ പ്രോഗ്രാം കൗണ്ടർ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു ഐഡിയ ആയല്ലോ. നമുക്ക് പിൻ കോൺഫിഗറേഷൻ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു 40 പിൻ ആണ് ഉള്ളത്. ഈ 40 പിൻസിൽ ഏതൊക്കെയാണ് പിൻസ്, അതിന്റെ ഫങ്ഷൻ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. AD0 to AD7 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്താ പറഞ്ഞത്? അഡ്രസ് ഓർ ഡാറ്റാ ബസ് ആണ് അല്ലെ? അഡ്രസ് ഓർ ഡാറ്റാ ബസ് ആണ്. A8 to A15 എന്ന് പറയുന്നത് എന്താണ്? അഡ്രസ് ബസ് മാത്രമാണ്. നമ്മൾ തൊട്ട് മുന്നത്തെ ആർക്കിടെക്ചറിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് അല്ലെ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അഡ്രസ് ബസ് ഓർ ഡാറ്റാ ബസിന്റെ AD0 to AD7 ഇവിടെ വരുന്നുണ്ട്. പിന്നെ A8 to A15 അഡ്രസ് ബസും വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തുണ്ടാവും? ഒരു VCC ഉണ്ടായിരിക്കും, വിച്ച് ഇസ് +5 വോൾട്ട് ആണ്, ഹൈ എന്നാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ എന്തുണ്ടാവും? ഗ്രൗണ്ട് ഉണ്ടായിരിക്കും, ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ 2 പിൻസുമായി. ഇനി നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോവാണ്. X1 X2 ഈ 2 പിൻസ് എന്ന് പറയുന്നത്, ഇതിനിടയ്ക്ക് നമുക്ക് ഓസിലേറ്റർ ഉണ്ടായിരിക്കും. ഈ ഓസിലേറ്റർ വെച്ചിട്ടാണ് നമുക്ക് ക്ലോക്ക് പൾസ് 50% ഡ്യൂട്ടി സൈക്കിൾ ഉള്ള ക്ലോക്ക് പൾസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഓസിലേറ്ററിന്റെ ഫങ്ഷൻ. ഓക്കെ, അപ്പൊ X1 X2 എന്ന് പറയുന്ന 2 പിൻസിന്റെ ഇടയ്ക്കാണ് ലോക്കൽ ഓസിലേറ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്ലോക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ കിട്ടുന്ന ക്ലോക്ക് നമ്മുടെ മൈക്രോ പ്രോസസറിനും വേണ്ടി യൂസ് ചെയ്യാം. അത് കൂടാതെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ വേറെ പെരിഫറൽസിലേക്കോ ഏതെങ്കിലും ഡിവൈസസിലേക്കോ മൈക്രോ പ്രോസസ്സറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഡിവൈസസിലേക്കോ ക്ലോക്ക് ആയിട്ട് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് മൈക്രോ പ്രോസസറിൽ നിന്ന് ഔട്ട്പുട്ട് ആയിട്ട് ക്ലോക്ക് എടുക്കാം. അതാണ് ഈ 37th പിൻ ക്ലോക്ക് ഔട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? പിന്നെയുള്ളത് റീസെറ്റ് ഇൻ. നിങ്ങൾക്ക് കാണാം, റീസെറ്റ് ഇൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മൈക്രോ പ്രോസസർ റീസെറ്റ് ചെയ്യാനുള്ളതായിരിക്കും. ആ സെയിം സംഭവം നമുക്ക് വേറെ ഡിവൈസസിന്റെ കേസിലും യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് റീസെറ്റ് ഔട്ട് എന്ന് പറയുന്ന ഈ പിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്ന 2 പിൻസ് ആണ് സീരിയൽ ഔട്ട് ഡേറ്റ ആൻഡ് സീരിയൽ ഇൻ ഡേറ്റ. ഇൻ ഡേറ്റ ആൻഡ് ഔട്ട് ഡേറ്റ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്തായിരിക്കും? സീരിയൽ ആയിട്ടാണ് ഡാറ്റ പാസ് ചെയ്യുന്നത്. അതായത് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡേറ്റ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സീരിയലി അങ്ങനെ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുന്നതിനുള്ള പിന്നാണ് സീരിയൽ ഇൻപുട്ട് ഡാറ്റ. മൈക്രോ പ്രോസസറിൽ നിന്നുള്ള ഔട്ട്പുട്ട് എടുക്കുന്നതിനുള്ളതാണ് സീരിയൽ ഔട്ട് ഡേറ്റ. ഓക്കെ, പിന്നെ നമുക്ക് 5 ഇന്ററപ്റ്റ്സ് വരുന്നുണ്ട്. INTR, RST 5.5, 6.5 ആൻഡ് 7.5 ആൻഡ് ട്രാപ്പ്. ഇതിന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് ട്രാപ്പിനാണ്. ട്രാപ്പാണ് ഹൈയസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, അതിനേക്കാൾ കുറവുള്ളതാണ് RST 7.5. അതിന് താഴെയാണ് RST 6.5 വരുന്നത്. അതിലും താഴെയാണ്
RST 5.5 വരുന്നത്. ഏറ്റവും താഴെ ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ളതാണ് INTR എന്ന് പറയുന്നത്. ഇതാണ് ലോവസ്റ്റ് പ്രയോറിറ്റി. ഇത് പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ട്രാപ്പിന്റെ കേസിൽ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്, ട്രാപ്പ് എന്ന് പറയുന്നത് നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റില്ല. സിം ഇൻസ്ട്രക്ഷൻ, അതായത് സെറ്റ് ഇന്ററപ്റ്റ് മാസ്ക് എന്ന് പറയുന്ന സിം ഇൻസ്ട്രക്ഷൻ വെച്ച് മാസ്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം മാസ്കബിൾ ആണ്. ഓക്കെ, സിം മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് ഡിസേബിൾ ഇന്ററപ്റ്റ് എന്നുള്ള കമാൻഡ് വേണമെങ്കിൽ അതുവഴിയും കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിലും ട്രാപ്പിന്റെ കേസിൽ ഇത് രണ്ടും പോസിബിൾ അല്ല. ബാക്കിയുള്ളതിന്റെ എല്ലാത്തിന്റെയും കേസിൽ എന്താണ്, ദേ ആർ മാസ്കബിൾ. ട്രാപ്പിന്റെ കേസിൽ മാസ്ക് ചെയ്യല് പോസിബിൾ അല്ല. ഡിസേബിൾ ഇന്ററപ്റ്റ് ആണെങ്കിലും സെറ്റ് ഇന്ററപ്റ്റ് മാസ്ക് ആണെങ്കിലും രണ്ടും വർക്ക് ചെയ്യില്ല ട്രാപ്പിന്റെ കേസിൽ. ബാക്കിയുള്ള ഇന്ററപ്റ്റ്സിന്റെ ഒക്കെ കേസിൽ എന്താണ്, മാസ്കബിൾ ആണ്. പിന്നെ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ട്രാപ്പ് എന്ന് പറയുന്നത് എഡ്ജ് ആൻഡ് ലെവൽ ട്രിഗേർഡ് ഉണ്ട്, അതുപോലെ തന്നെ വെക്ടേർഡും ആണ്. RST 7.5 എന്ന് പറയുന്നത് എഡ്ജ് ട്രിഗേർഡ് ആണ്, വെക്ടേർഡ് ആണ്. ഓക്കെ, ബാക്കിയുള്ള മൂന്നും ലെവൽ ട്രിഗേർഡ് ആണ്. ഈ മൂന്നും ഇതിന് താഴെ വരുന്നതൊക്കെ ലെവൽ ട്രിഗേർഡ് ആണ്. അതിൽ തന്നെ INTR എന്ന് പറയുന്നത് നോൺ വെക്ടേർഡ് ആണ്. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഇന്ററപ്റ്റ്സിന്റെ കേസിൽ പ്രയോറിറ്റി ഓർത്ത് വെക്കുക, അതുപോലെ തന്നെ എഡ്ജ് ട്രിഗേർഡ് ആണോ വെക്ടേർഡ് ആണോ എന്നുള്ളത് ഓർത്ത് വെക്കുക. മെയിൻ ആയിട്ട് അതാണ് ഓർത്ത് വെക്കാനുള്ളത്. പിന്നെന്താണ്, മാസ്കബിൾ അല്ല ട്രാപ്പ് എന്നുള്ളത് ഓർത്ത് വെക്കുക, ബാക്കിയെല്ലാം മാസ്കബിൾ ആണ്. ഓക്കെ, അതാണ് ഇന്ററപ്റ്റ്സിന്റെ കേസിൽ വരുന്നത്. അപ്പൊ ഈ ഇന്ററപ്റ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മൈക്രോ പ്രോസസ്സർ കറന്റ്ലി ഒരു ആക്ഷൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക്, അതായത് ഇപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ പേപ്പർ തീർന്നു പോയെന്ന് വിചാരിക്കാം. ഉടനെ നമുക്ക് അറിയാം എന്ത് വരും, ഒരു മെസ്സേജ് സ്ക്രീനിൽ കാണാം. എന്താണ്, പ്ലീസ് ഇൻസേർട്ട് പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് നമുക്ക് കാണാം. അതെന്ന് പറയുന്നത് ഒരു ഇന്ററപ്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ MUP അതായത് മൈക്രോ പ്രോസസ്സർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവിടെ ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഇന്ററപ്റ്റ് വന്നിട്ടുള്ള, അതായത് ഏത് ഡിവൈസ് ആണോ, ഏത് പെരിഫറൽ ആണോ മൈക്രോ പ്രോസസ്സറിന് ഇന്ററപ്റ്റ് സിഗ്നൽ അയച്ചിട്ടുള്ളത്, അതിനെ ആദ്യം മാനേജ് ചെയ്യും, അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഇന്ററപ്റ്റ്സിന്റെ കേസിൽ വരുന്നത്. പ്രയോറിറ്റി ഓർഡർ മറക്കരുത് നോക്കാം. ഈ ഇന്ററപ്റ്റ് അക്നോളജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് INTA ബാർ എന്ന് പറയുന്നത്. ഇവിടെ മുകളില് ബാർ വരുന്ന എല്ലാ സിഗ്നൽസിന്റെയും എല്ലാ പിൻസിന്റെയും കേസിൽ അത് ആക്റ്റീവ് ലോ ആയിരിക്കും. ബാക്കി ഉള്ളത് ആക്റ്റീവ് ഹൈ ആണെങ്കിൽ, അതായത് ആക്റ്റീവ് ലോ എന്ന് പറയാൻ 0-ലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, INTA ബാർ യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ IO ബാർ M ബാർ കാണാം. അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണെങ്കിൽ 1-ഉം മെമ്മറി ആണെങ്കിൽ എന്തായിരിക്കും, 0-യും ആയിരിക്കും വരിക. 0 വരുമ്പോൾ മെമ്മറി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടാണ് നമ്മുടെ MUP എന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷൻ ഡാറ്റ പാസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു പെർട്ടിക്കുലർ പിൻ എന്ന് പറയുന്നതിന് 1 ആയിരിക്കും. ഇവിടുത്തെ കേസിൽ മെമ്മറിയിൽ നിന്നാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നതും അതുപോലെ തന്നെ തിരിച്ച് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയിരിക്കും വരിക. കാരണം M ബാർ ഉണ്ട്, അതിന്റെ അർത്ഥം എന്താണ്, ആക്റ്റീവ് ലോ ആണെന്നുള്ളതാണ്. പിന്നെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, റീഡ് ഓപ്പറേഷൻ, റൈറ്റ് ഓപ്പറേഷൻ. രണ്ടും ആക്റ്റീവ് ലോ ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, രണ്ടും ആക്റ്റീവ് ലോ ആണ്. അപ്പോ ഈ റീഡ് ആണോ റൈറ്റ് ആണോ കറന്റ്ലി പെർഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ S1 ആൻഡ് S0 എന്ന് പറയുന്ന 2 പിൻസ് ഉള്ളത്. S0 എന്ന് പറയുന്നത് S ഔട്ട്പുട്ട് എന്ന് എടുക്കുക, S1 എന്നുള്ളത് S ഇൻപുട്ട് എന്ന് എടുക്കുകയാണെങ്കിൽ S0 0-യും
S1 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? റീഡ് ചെയ്യാണ് മൈക്രോ പ്രോസസ്സർ. അതുപോലെ S01 S1 ആണ് 0 വരുന്നതെങ്കിൽ റൈറ്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, റൈറ്റിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടാണ് ഓപ്പറേഷൻ നടക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും? 1 വരും. ഇനി മെമ്മറി ആയിട്ടാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? രണ്ടും 0 വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ പിൻസ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വരുന്നത് റെഡി എന്നുള്ളതാണ്. റെഡി എന്ന് പറയുന്ന പിൻ എന്ന് പറയുന്നത് നമ്മളെ മ്യൂപി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പെരിഫറൽസ്, സ്ലോവർ ആയിട്ടുള്ള പെരിഫറൽസ് അവൈലബിൾ ആവുമ്പോൾ റെഡി സിഗ്നൽ കൊടുക്കും. ആർക്ക്? ഈ മ്യൂപിക്ക്. അതുവരെ മ്യൂപി എന്ന് പറയുന്നത് എന്തായിരിക്കും? വെയിറ്റ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, റെഡി പിന്നെ 1 ആയി കഴിയുമ്പോൾ മ്യൂപിക്ക് മനസ്സിലാവും ഈ ഒരു പെർട്ടിക്കുലർ ഏത് ഡിവൈസ് ആണോ പെരിഫറലാണോ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് അത് റെഡി ആണ് എന്നുള്ള അക്നോളജ്മെന്റ് കൊടുക്കുന്നതാണ് ഈ റെഡി പിൻ വഴി. ഓക്കെ, പിന്നെ നമുക്ക് ALE എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പിൻ കാണാം. ALE എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമുക്ക് ഇത് അഡ്രസ് ഓർ ഡാറ്റ ബസ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് എങ്ങനെ അറിയും ഇത് അഡ്രസ് ബസ് ആയിട്ടാണോ ഇപ്പൊ യൂസ് ചെയ്യുന്നത്, ഡാറ്റ ബസ് ആയിട്ടാണോന്ന്? അതിന് വേണ്ടിയിട്ടുള്ളതാണ് ALE എന്ന് പറയുന്നത്. ഓക്കെ, ALE എന്ന് പറയുന്നത് ഹൈ ആണെങ്കിൽ അഡ്രസ്സും ലോ ആണെങ്കിൽ ഡേറ്റ ആണ് ക്യാരി ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അപ്പൊ അതാണ് ALE എന്ന് പറയുന്ന പിന്ന്. പിന്നെ ഇനി നമുക്കുള്ളത് ഹോൾഡും HLDA ആണ്. അതായത് നമ്മുടെ മ്യൂപി ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ മെമ്മറി ഇവിടെ ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഇവിടെ ഉണ്ട്. ഓക്കെ, മ്യൂപിക്കാണ് കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ മ്യൂപി ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? കറസ്പോണ്ടിങ് ബസ്സിന് ഡയറക്ഷൻ തീരുമാനിക്കുന്നുണ്ടാവുക. മെമ്മറി ലൊക്കേഷൻ ആണോ റീഡും റൈറ്റും ചെയ്യേണ്ടത്, അതോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്നാണോ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടത്? അതിനുള്ള കൺട്രോൾ സിഗ്നൽസ് കൊടുക്കുന്നത് ഈ മൈക്രോ പ്രോസസർ ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും മെമ്മറിയും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല. ആക്ച്വലി കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാത്തത്. അങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത്. അതായത് സപ്പോസ് നമ്മുടെ മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് പെർട്ടിക്കുലർ ഡേറ്റ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം മൈക്രോ പ്രോസസറിനോട് പറയേണ്ടി വരും. മൈക്രോ പ്രോസസർ അത് ഓക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ കോണ്ടാക്ട് ചെയ്യും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഡേറ്റ എടുക്കും, മൈക്രോ പ്രോസസർ വരും തിരിച്ച് മെമ്മറിയിലേക്ക്. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? മൈക്രോ പ്രോസസർ ആദ്യം മെമ്മറിയിലത്തെ ലൊക്കേഷനെ ആക്സസ് ചെയ്ത് ഡേറ്റ എടുക്കും. ആരാണ് പാസ് ചെയ്യുന്നത്? മൈക്രോ പ്രോസസർ വഴിയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 2 പ്രാവശ്യം എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് മെമ്മറിയിലേക്ക് പോയി ഡാറ്റ ഫെച്ച് ചെയ്ത് പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന് കൊടുക്കുക എന്നുള്ള 2 സൈക്കിൾ ആയിട്ടാണ്. അപ്പൊ അതെന്താണ്? മ്യൂപിനെ സ്ലോവർ ആക്കും. അപ്പൊ നമുക്ക് അത് ഒറ്റ സൈക്കിൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റ് മെമ്മറി ആക്സസ് കൺട്രോളിന് കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മ്യൂപിനെ ഹോൾഡ് ചെയ്ത് DMAC കണക്ട് ചെയ്യുന്ന സമയത്താണ് ഡയറക്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ടും മെമ്മറിയും തമ്മിലുള്ള ആക്സസ് നടക്കുന്നത്. മ്യൂപിനെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പിന്നാണ് ഹോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഹോൾഡിന്റെ അക്നോളജ്മെന്റ് നമ്മുടെ DMA, അതായത് ഡയറക്റ്റ് മെമ്മറി ആക്സസ് കൺട്രോളിനെ പാസ് ചെയ്യുന്ന പിന്നാണ് ഈ ഹോൾഡ് അക്നോളജ്മെന്റ് HLDA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം നമ്മൾ കീ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ആർക്കിടെക്ചർ നോക്കി, 8085 മൈക്രോ പ്രോസസറിന്റെ ആർക്കിടെക്ചർ നോക്കി. പിന്നെ അതിനുശേഷം നമ്മൾ പിൻ കോൺഫിഗറേഷൻ പറഞ്ഞു. പിൻ കോൺഫിഗറേഷനും കൂടെ കഴിയുന്നതോടെ നമ്മൾ എല്ലാ പിന്നിന്റെ കാര്യം ഓരോന്നിന്റെയും ഓരോ പിൻസിന്റെയും എന്താണ് ഫങ്ഷൻ എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും പോയിന്റ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.